വേദി 14 മാർഗംകളി പുരോഗമിക്കുകയാണ്. പാട്ടുപാടുന്ന ആൾ ഉൾപ്പെടെ ഒരു ടീമിൽ പങ്കെടുക്കേണ്ടത് 7 പേർ. പക്ഷേ വേദിയിൽ നിന്ന് അല്പം മാറി അവസാനവട്ട പരിശീലനം നടത്തുന്ന ഒരു ടീമിൽ കളിക്കുന്നതാകട്ടെ 12 പേർ. കാര്യം തിരക്കിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. ഒരേ ചുവടുകളുമായി ഒരുമിച്ച് പരിശീലിക്കുന്നത് 2 ടീമുകളാണ്, കൊല്ലവും പത്തനംതിട്ടയും. ഇരു ടീമുകളെയും പരിശീലിപ്പിക്കുന്നതാകട്ടെ ഒരു പരിശീലകനും. തീർന്നില്ല ഇരു ടീമുകൾ തമ്മിലുള്ള സാമ്യം. സംസ്ഥാന തലത്തിലേക്ക് ഇരു ടീമുകളും എത്തിയതാകട്ടെ അപ്പീലിലൂടെയും. നമ്മുടെ 2 ടീമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു എന്താ പറയുക, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. നമ്മൾ രണ്ടും ജില്ലയിൽ സെക്കൻഡായ 2 ടീമുകളാണ്. അപ്പോൾ നമ്മൾ അപ്പീലിൽ വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്കൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ നമുക്ക് അത്രയും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അപ്പീലിന് പോയതും മുന്നോട്ട് വന്നതുമൊക്കെ. അപ്പോൾ ഇവർ രണ്ടും നന്നായിട്ട് കഷ്ടപ്പെട്ട് എല്ലാ വീക്കെൻഡും അവരുടെ ഓഫ് ഡേയ്സും ട്യൂഷനും ഒക്കെ മാറ്റി വെച്ച് നല്ലപോലെ കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാതലത്തിൽ നടന്ന മത്സരങ്ങളിലെ ക്രമക്കേടാണ് ഇരു ടീമുകളെയും സംസ്ഥാന തലത്തിൽ നിന്ന് അയോഗ്യരാക്കിയത്. പക്ഷേ തോൽക്കാൻ ആ പരിശീലകനും കുട്ടികളും ഒരുക്കമായിരുന്നില്ല. ചുവടുകളിലും താളത്തിലും മെയ്വഴക്കത്തിലുമെല്ലാം ഒത്തൊരുമ വേണ്ട ഇനം അവർ ഒരുമിച്ച് തന്നെ പരിശീലിച്ചു. വന്ദനഗാനവും 14-ാം പാദവും നിർബന്ധമായും അവതരിപ്പിക്കേണ്ട മാർഗംകളിയിൽ മത്സരാർത്ഥികൾ തമ്മിലുള്ള ഐക്യമാണ് പ്രധാനം. ആ ഐക്യവും ഒത്തൊരുമയുമാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കുലശേഖരപുരം ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികൾ തെളിയിക്കുന്നത്. ഇനി മത്സരഫലം എന്തു തന്നെയായാലും ഒന്നുറപ്പാണ്, ഇവിടെ വിജയിക്കുന്നത് 12 കുട്ടികളുടെ ഒത്തൊരുമയും പോരാട്ടവീര്യവുമാണ് എന്ന നല്ല തെളിമയുള്ള ഉറപ്പ്. കലോത്സവ വേദിയിൽ നിന്ന് അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.